അങ്ങനെ ബിഗ് ബോസിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രമോ വന്നിട്ടുണ്ട്. നെവിൻ പുറത്തായോ, ടാസ്ക് ചെയ്തിട്ട് അവൻ പൈസ എടുത്ത് തിരിച്ചു കയറിയോ? സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമുക്കറിയാം, ലാലേട്ടൻ ഇന്നലെ നെവിനെ നിനക്ക് ഇഷ്ടമുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നീ പറഞ്ഞോ, അത് നീ ചെയ്തോ, പൈസ നേടിക്കോ എന്ന് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെവിൻ പറഞ്ഞു, ഓക്കെ ലാലേട്ട, എനിക്ക് കാർ ടാസ്ക് മതി, 1 മിനിറ്റിനുള്ളിൽ ഞാൻ പുറത്തുപോയി പൈസ കളക്ട് ചെയ്തിട്ട് പടപെടാൻ തിരിച്ചു വരുന്നു പറഞ്ഞു. ആ രീതിയിൽ തന്നെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ കൊടുക്കുന്നുണ്ട് ടാസ്ക്. നെവിൻ അതിസാഹസികമായിട്ട് ടൈമിംഗ് ഓൺ ചെയ്തോട്ടനെ പറന്ന് ഓടുന്നുണ്ട്. ഓടിച്ചെന്ന് കുറേ പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഡാഷ് ബോർഡിൽ നിന്നും അതുപോലെ സീറ്റ് കുന്തിച്ച് അതിനൊക്കെ ഒരുപാട് പൈസ, പിന്നെ ഈ നമ്മുടെ സൂര്യ വെളിച്ചം തട്ടാനിക്ക് നമ്മൾ വെക്കില്ല, അതിൽ നിന്ന് ഒരുപാട് സ്ഥലത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഏകദേശം 4 ലക്ഷം 3 ലക്ഷം സംതിങ് പൈസ വെച്ചിട്ടുണ്ടായിരുന്നു കാറിനകത്ത്. നെവിനെ അത്രക്കൊന്നും കളക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരുവിധം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നെവിന് കുറച്ച് പൈസ കിട്ടിയതുകൊണ്ട് തന്നെ നെവിൻ എന്ത് ചെയ്തു, കുറച്ച് നേരം കൂടെ കളക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ടൈമിംഗ് 4 ആയി, 3 ആയി, 2 ആയി, അങ്ങനെ ടൈം പൊക്കോണ്ടിരിക്കുക. സെക്കൻഡ്സ് തീരാനാവുന്ന അങ്ങനെ അവസാനിക്കുന്നതാണ് പ്രമോ നമ്മൾ കാണുന്നത്. അതേസമയത്ത് ടൈമിങ്ങിനെ തീരുന്ന സമയമായപ്പോഴേക്കും നമ്മുടെ ആദിലായിക്കോട്ടെ അവിടെ വീട്ടിലുള്ള എല്ലാവരും കാണുന്നുണ്ട്. നെവിനെ മതിയറ ഓടി വാ എന്ന് പറഞ്ഞ അലറി കാർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കുറേ പേര് ഞെട്ടിത്തിരിച്ചിട്ട് പറയാണ്, അതാ നെവിന് കയറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി, ഷോ അത് വലിയ കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ടില്ല എന്ന് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റ് തന്നെ ഒരു കിടക്കാച്ചി പ്രമോ ഇറക്കിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ പ്രമോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ നെവിൻ അതുപോലെ ആദില അതുപോലെ തന്നെ സാബുവൻ കണ്ണ് കെട്ടിയിട്ടിരിക്കുന്നൊരു പ്രമോ ആണ് വന്നത്, അതായത് എവിക്ഷന് വേണ്ടി. അപ്പോൾ എവിക്ഷന് വേണ്ടി നിർത്തിയിട്ടുള്ള ഈ 3 പേരും, അതായത് പൊതുവേ എവിക്ഷൻ ചെയ്യാറുണ്ട്, വന്നോടനെ അങ്ങ് എവിക്ഷൻ ചെയ്ത് കളയല്ലോ. ലാസ്റ്റ് എപ്പിസോഡ് തീരാനാകുമ്പോൾ ലാസ്റ്റാണ് എവിക്ഷൻ ചെയ്യുക. അതിൻ്റെ ഇടയ്ക്കാണ് ബാക്കിയുള്ള എല്ലാ കലാപരിപാടികളും വഴക്ക് പറയുക, മുട്ടായി കൊടുക്കുക, കേക്ക് മുറിക്കുക, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് ഇവരെ 3 പേരും ഈ എവിക്ഷൻ ചെയ്യുന്ന ലാസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ നെവിൻ്റെ ടാസ്ക് നടത്തിയിട്ടുള്ളത് നേരത്തെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നെവിൻ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഈ ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോയിട്ടില്ല എന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കിണ്ണം പ്രമോയിലൂടെ വായിച്ചെടുക്കാന്നുള്ളൂ. അത് കുറച്ച് നമ്മൾ ടെക്നിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ടാസ്കിൻ്റെ ഇടയ്ക്ക് നെവിൻ പിടച്ച് വീണതായിട്ട് ഒരു കിണ്ണം ഡയലോഗൊക്കെ വരുന്നുണ്ട്. അതായത് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോർ തുറക്കുമ്പോഴെങ്ങാണ്ട് നെവിൻ തെറിച്ച് താഴെ വീഴുന്നോ, അതുകൊണ്ട് നെവിൻ ഓടി വരാൻ പറ്റിയില്ലാന്നോ, എന്തോ തുണി കുടുങ്ങിന്നോ, എന്തൊക്കെയോ പറയുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ പെടുത്തില്ല. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ പോലും നെവിൻ പിടച്ചോടി ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. ടൈമിംഗ് തീരുന്നതിന് മുമ്പ് ബിഗ് ബോസ് വീട്ടിൽ പിടച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നെവിൻ ഫാൻസ് ഉണ്ടെങ്കിൽ മറക്കാൻ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇത്രയും പറഞ്ഞല്ലോ, ഒരു ലൈക്ക് ഒരു കമന്റ് ഒന്ന് ഇട്ടിട്ട് പോണേ.